Hi dear students, Environment Management എന്ന പുതിയൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. What is environment management? Environmental management is required for the development without destruction or overuse of natural resources and to reduce pollution and degradation of nature. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ഡെവലപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ റിസോഴ്സസിൻ്റെ അമിത ഉപയോഗവും അതിനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളും അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഉണ്ടാവുമ്പോൾ അതിനെ പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ഡെവലപ്മെൻറ്റൽ പ്രോസസ്സാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കൺസിഡറിങ് ദ വെൽഫെയർ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, പ്രോപ്പർ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് ദി എൻവയോൺമെൻറ്റ് ആർ നെസസറി. വരും തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ റിസോഴ്സസുകളും നാച്ചുറൽ റിസോഴ്സസുകളും വരും തലമുറയ്ക്ക് ബാക്കി വരുന്ന രൂപത്തിൽ നിലവിലുള്ള റിസോഴ്സസിനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ മിസ്യൂസിനെയും ഓവർ യൂസിനെയും പൊല്യൂട്ടഡ് ആക്കുന്ന സിറ്റുവേഷൻസിനെയും പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഓർഗനൈസിങ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ ഇനീഷ്യേറ്റീവ് ടു അഡ്രസ് വേരിയസ് എക്കോളജിക്കൽ ഇഷ്യൂസ് ദാറ്റ് ആർ അഫക്റ്റിംഗ് ദ ഗ്ലോബ്. ലോകത്തെ തന്നെ, ഭൂമിയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ റിസോഴ്സസിനെ മിസ്യൂസ് ചെയ്യുകയും അതിനെ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസിംഗ് ആണ് ഇവിടെ എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ നടക്കുന്നത്. The main aim of the environmental management is to ensure that we leave the planet in healthy state for the future generation. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ലോകം, ഈ ഒരു ഭൂമി വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത്, ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് മറൈൻ ലൈഫ്സ് ആൻഡ് വെജിറ്റേഷൻസ്. ഇവിടെ ജീവിക്കുന്ന ഓരോ ജീവികളെ നിലനിർത്തുകയും അതുപോലെ തന്നെ ജന്തുക്കളാണെങ്കിലും സസ്യങ്ങളാണെങ്കിലും അതിനെയെല്ലാം നിലനിർത്തുകയും ഭൂമിയുടെ സ്ട്രക്ചറിനെ മാറ്റം വരുത്താതെ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിൽ നടക്കുന്ന പ്രോസസ്സ്. ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. Environmental degradation is the disintegration of the earth and deterioration of the environment. ഇവിടെ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഈ ഒരു പ്രോസസ്സാണ് ഡീഗ്രഡേഷൻ ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസുകളായിട്ടുള്ള എയർ, വാട്ടർ, സോയിൽ പോലെയുള്ളത് ഡിസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡീഗ്രഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എറാഡിക്കേഷൻ ഓഫ് ദി വൈൽഡ് ലൈഫ്, വന്യജീവി സങ്കേതങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്. The most investors over exploitation of the natural resources is more profitable in the short run due to cheap means of disposing of waste, avoiding the cost of waste treatment and the excluding the social losses in cost calculation. ഇവിടെ ഒരു പരമാവധി അല്ലെങ്കിൽ ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും ചെയ്യുന്നത് അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും വരുന്ന വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വളരെ താൽക്കാലികമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടി
നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യലാണ് ഇവിടെ ചെയ്യുന്നത്. പലതരത്തിലുള്ള പൊല്യൂഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്നാണ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ റെഫേഴ്സ് ടു റിലീസ് ഓഫ് പൊല്യൂട്ടൻ്റ് ഇൻ ടു ദ എയർ ദാറ്റ് ആർ detrimental to human health and planet. മനുഷ്യ ശരീരത്തിനും ഭൂമിക്കും ദോഷകരമായ രൂപത്തിൽ റിലീസ് ചെയ്യുന്ന പുകയാണ് അല്ലെങ്കിൽ വിഷവാതകമാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. മോസ്റ്റ് എയർ പൊല്യൂഷൻസ് കംസ് ഫ്രം എനർജി യൂസ് ആൻഡ് പ്രൊഡക്ഷൻസ് അതുപോലെ എനർജി യൂസേജ്, അതിൽ നിന്നാണ് എയർ പൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. ബേണിംഗ് ഫോസിൽസ് ഫ്യൂവൽസ് റിലീസ് ഗ്യാസസ് ആൻഡ് കെമിക്കൽ ഇൻ ടു ദ എയർ. എയറിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് കെമിക്കലായിട്ടുള്ള ഗ്യാസുകൾ പുറപ്പെടുവിക്കുന്നത്, ഫോസിൽസുകൾ അല്ലെങ്കിൽ ഫ്യൂവലുകൾ അത് കത്തിക്കുന്നതിലൂടെയാണ് ഇങ്ങനെയുള്ള പൊല്യൂഷൻസ് സംഭവിക്കുന്നത്. എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻസ്. എയർ പൊല്യൂഷൻസിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്? എയർ പൊല്യൂഷൻസ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ഫോർ ദി എൻവയോൺമെൻറ്റ് ആൻഡ് അഫക്റ്റ് എവ്രി വൺ. ഹ്യൂമൻസ്, ആനിമൽസ്, ക്രോപ്സ്, സിറ്റീസ്, ഫോറസ്റ്റ്, അക്വാറ്റിക് എക്കോസിസ്റ്റംസ്. ഇങ്ങനെയുള്ള എയർ പൊല്യൂഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് എൻവയോൺമെൻറ്റിന് വലിയ തരത്തിലുള്ള ഒരു ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. അത് മനുഷ്യനായാലും ജീവികളാണെങ്കിലും വിളകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിലും കാടുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജലത്തിൻ്റെ ഉത്ഭവങ്ങളാണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുമുള്ള എൻവയോൺമെൻറ്റിനെയും ഇത് ഒരു ഭീഷണിയായിട്ടാണ് എയർ പൊല്യൂഷൻ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിസ്ക്രൈബ് ദ വോൾ എക്സ്റ്റെൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് ആക്ച്വൽ ഡാമേജ് കോസ്ഡ് ബൈ ഓൾ ഫോംസ് ഓഫ് എയർ പൊല്യൂഷൻസ്. പലതരത്തിലും പല കാരണങ്ങൾ കൊണ്ടും എയർ പൊല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം എഫക്റ്റ് എന്താണ് എന്നുള്ളത് ഒരിക്കലും തന്നെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒന്നല്ല. നെക്സ്റ്റ് നോക്കുന്നത് പ്രിവെൻഷൻ ഓഫ് എയർ പൊല്യൂഷൻ. എങ്ങനെയാണ് എയർ പൊല്യൂഷനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, തടയുക എന്നുള്ളതാണ് നോക്കുന്നത്. ഒന്ന്, റിന്യൂവബിൾ ഫ്യൂവൽസ് ആൻഡ് ക്ലീൻ എനർജി. റിന്യൂവബിൾ ആയിട്ടുള്ള ഫ്യൂവൽസും ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ പൊല്യൂട്ടഡ് ആകുന്ന തരത്തിലുള്ള ഫ്യൂവൽസ് ഒന്നും ഉപയോഗിക്കാതെ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ബിസിനസ്സുകളും പ്രൊഡക്ഷൻസും നമുക്ക് നടത്താൻ പറ്റും. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻസ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് എന്ത് ചെയ്യാം, നമുക്കിവിടെ നടത്താം. നമുക്കിവിടെ എന്താണ് സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പരമായിട്ടും ദോഷം ചെയ്യുന്ന തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. എനർജി കൺസർവേഷൻ ആൻഡ് എഫിഷ്യൻസി. പരമാവധി എനർജി കൺസർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, എഫിഷ്യൻസി ആക്കി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ നമുക്കിവിടെ എനർജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അഥവാ നമുക്ക് ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് പോലെയുള്ളതെല്ലാം നമുക്ക് വ്യാപകമായിട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ ഒരുപാട് എനർജീസ് നമുക്കവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഗ്രീൻ ബിൽഡിങ്. നമ്മൾ ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻസ് എല്ലാം ഒരു എന്താ ചെയ്യുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺസ്ട്രക്ഷൻസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അടുത്ത ഒരു പൊല്യൂഷനാണ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ ഒക്കേഴ്സ് വെൻ ദ ഹാംഫുൾ സബ്സ്റ്റാൻസ് ഓഫൺ chemicals, microorganism contaminates streams, river, lake, oceans, aquifer and other body of water, degrading of water quality and rendering it toxic to human or to the environment. വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്നത് കെമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ പുഴയിലേക്കും നദിയിലേക്കും മറ്റു ജല സ്രോതസ്സുകളിലേക്കും ചെല്ലുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, വാട്ടറിൻ്റെ ക്വാളിറ്റി ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു. അതിലൂടെ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷം ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിലേക്കും ഇവിടെ ബാധിക്കുന്നുണ്ട്.
ടോക്സിക് കണ്ടന്റുകൾ മനുഷ്യ ശരീരത്തിലേക്കും എൻവയോൺമെൻറ്റിലേക്കും എത്തപ്പെടുന്നു. Water pollution can be caused in numbers of ways, one of the most polluting being city sewage and industrial waste sewage discharge. പ്രധാനപ്പെട്ട ഒരുപാട് വഴികളിലൂടെ ഇവിടെ നമ്മുടെ വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് മാർഗങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വഴികളാണ് നമ്മൾ ഇതിനായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒന്നാണ് സീവേജ്, സിറ്റി സീവേജ് അഥവാ അഴുക്ക് ചാലുകൾ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റേജ് ഡിസ്ചാർജ്. ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തു വരുന്ന വേസ്റ്റുകൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വാട്ടർ പൊല്യൂഷൻസിന് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളാണ്. ഇൻഡയറക്റ്റ് സോഴ്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ഇൻക്ലൂഡ് കണ്ടാമിനേറ്റ്സ് ദാറ്റ് എൻ്റർ the water supply from soil or groundwater system and from the atmosphere by rain. ഇവിടെ ഇങ്ങനെയുള്ള വാട്ടർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ജലസ്രോതസ്സുകൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ദോഷകരമായ രൂപത്തിലേക്ക് ബാധിക്കുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് സോയിലൂടെയും ഗ്രൗണ്ട് വാട്ടറിലൂടെയും അറ്റ്മോസ്ഫിയറിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വ്യാപിക്കുന്നുണ്ട്. സോയിൽ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ കണ്ടെയ്ൻ residue of human agricultural practice and also improperly disposed of industrial waste. ഇൻഡസ്ട്രിയൽ വേസ്റ്റുകൾ ഇംപ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ അതെന്ത് ചെയ്യുന്നുണ്ട്, സോയിലിനെയും ഗ്രൗണ്ട് വാട്ടറിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെയും അതെന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അടുത്തതാണ് ലാൻഡ് പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ മീൻസ് degradation or destruction of the earth surface and soil. ഇവിടെ ഭൂമിയുടെ ഉപരിതലവും അതുപോലെ മണ്ണും പൊല്യൂട്ടഡ് ആവുന്നതിനെയാണ് നമ്മൾ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഇത് നേരിട്ടോ അല്ലാതെയോ ഇത് മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ലാൻഡ് പൊല്യൂഷൻസ് ഉണ്ടാവുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ deposition of solid and liquid waste material on land and underground in a manner that can contaminate the soil and groundwater. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന തരത്തിൽ സോളിഡ് ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലുകൾ ഭൂമിയിലും അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇതെന്ത് ചെയ്യുന്നു, നമ്മുടെ മണ്ണ് മലിനമാകുന്നു, അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടറുകൾ മലിനമാകുന്നു. ഇത് പബ്ലിക് ഹെൽത്തിനെ ദോഷകരമായ രൂപത്തിലാണ് ഇത് ബാധിക്കുന്നത്. ആൻഡ് കോസ് അൺസൈറ്റ്ലി കണ്ടീഷൻ ആൻഡ് nuisance. The waste material that cause land pollutions are broadly classified as municipal solid waste, also called municipal refuse, construction and demolition, also demolition waste or debris, hazardous waste എന്നീ പലതരത്തിൽ നമുക്ക് ഈ പറയുന്ന ലാൻഡ് പൊല്യൂഷൻസിൻ്റെ വേസ്റ്റുകളെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. MSW includes non-hazardous garbage, rubbish and trash from homes, institutions, commercial establishment and industrial facilities. MSW എന്ന് പറയുന്ന വേസ്റ്റിൽ നമുക്ക് നോൺ ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കൊരു ദോഷം ചെയ്യാത്ത ഒരുപാട് വേസ്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ വീട്ടിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അടുത്തതാണ് നാഷണൽ വെറ്റ്ലാൻഡ് പോളിസി. നാഷണൽ വെറ്റ്ലാൻഡ് പോളിസി എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ്. വെറ്റ്ലാൻഡ് ആർ കൺസിഡേർഡ് ആസ് ഫെർട്ടൈൽ ലാൻഡ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റിച്ച് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ബയോളജിക്കലി ഡൈവേഴ്സിറ്റി. ഇവിടെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് ആയിട്ടുള്ള ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഏറ്റവും വളക്കൂറുള്ള ഏറ്റവും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഭാഗങ്ങളെയാണ് നമ്മൾ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്.
ഇവിടെ നമ്മൾ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള എല്ലാ ജീവികളെയും നമുക്ക് കാണാൻ സാധിക്കുന്ന വൈവിധ്യമായ ഒരു ജീവിജാലങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വെറ്റ്ലാൻഡ് എന്നതുകൊണ്ട് പറയുന്നത്. These wetland provide habitat for the several species of wildlife and live within various ecosystems of high mountain and low land plains. ഇവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള വൈൽഡ് ലൈഫ് ആയിട്ടുള്ള വ്യത്യസ്ത വർഗ്ഗങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരുപാട് ജീവികളെയും എക്കോസിസ്റ്റത്തെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെറ്റ്ലാൻഡ് ആർ ഹോം ടു സെവറൽ സ്പീസീസ് ഓഫ് flora and fauna and play an important role in plant and animal diversity. വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകളെയും അതുപോലെ തന്നെ അനിമൽ ഡൈവേഴ്സിറ്റിയും നമുക്ക് ഇവിടെ വെറ്റ്ലാൻഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. The primary goal of national wetland policy is to conserve and manage wetlands റിസോഴ്സസ്. വെറ്റ്ലാൻഡ് റിസോഴ്സസിനെ പരമാവധി മാനേജ് ചെയ്യുക, അതിനെ പരമാവധി സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാഷണൽ വെറ്റ്ലാൻഡ് പോളിസി ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇൻ എ സസ്റ്റൈനബിൾ വേ വിത്ത് ലോക്കൽ പീപ്പിൾ. ഇതിൽ നിന്നും ലോക്കൽ പീപ്പിൾസിൽ നിന്നും എന്ത് ചെയ്യുക, ഇതിനെ സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നാഷണൽ വെറ്റ്ലാൻഡ് പോളിസി ഫോം ചെയ്തിട്ടുള്ളത്. ദ പോളിസി ആൾസോ എയിം ടു പുട്ട് the conservation and management aspects of wetland conservation within the framework of broader environmental management. ഇവിടെ ഇങ്ങനെയുള്ള ഈ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റിലൂടെ ഈ പറയുന്ന വെറ്റ്ലാൻഡുകളുടെ കൺസർവേഷനും അതിൻ്റെ മാനേജ്മെൻറ്റും നടത്തുക എന്നുള്ളതാണ് ഈ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ്സ്. Effort to conserve wetland in India began 1987. 1987 ഇങ്ങനെയുള്ള വെറ്റ്ലാൻഡുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധരായി വരുന്നത്. ആൻഡ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദി ഗവൺമെൻറ് എഫേർട്ട് വാസ് ഓൺ ദ ബയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ റാദർ ദാൻ അഡോപ്റ്റിംഗ് എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ്. ബയോളജിക്കൽ മെത്തേഡ്സുകളാണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിനായി ഈ ഒരു കൺസർവേഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, എഞ്ചിനീയറിംഗ് ഓപ്ഷൻസിന് പകരം. A national wetland mapping project has also been initiated for an integrated approach on the conservation. ഈ ഒരു കൺസർവേഷൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലക്ക് ഈ പറയുന്ന വെറ്റ്ലാൻഡ് മാപ്പിംഗ് പ്രൊജക്റ്റാണ് ആദ്യമായി ഇവിടെ നാഷണൽ ലെവലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻ certain wetlands sites it is heartening to see the government, NGO and local community coming together to save our wetland. ഇത് ഗവൺമെൻറ്, NGO, ലോക്കൽ കമ്മ്യൂണിറ്റി പോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ രാജ്യത്തുള്ള വെറ്റ്ലാൻഡ് അസറ്റുകൾ നമ്മൾ പരമാവധി മാപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതിന് പ്രാരംഭഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രോസസ്സ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. അടുത്തതാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. എന്താണ് വെസ്റ്റേൺ ഗാട്ട് എ ട്രഷർ ട്രോവ് ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി ആൻഡ് ദ വാട്ടർ ടവർ ഓഫ് ദി പെനിൻസുലാർ ഇന്ത്യ. ഇന്ത്യയുടെ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ട്രഷറായിട്ട്, ഒരു നിധിയായിട്ട് നമ്മളുടെ ആക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ അസറ്റാണ് വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്നത്. is second only to the Eastern Himalaya for the biologically diversity in India. ഇത് ഈസ്റ്റേൺ ഹിമാലയ ആയിട്ടുള്ള സെക്കൻഡ് ആയിട്ട് നമ്മൾ കാണുന്നതാണ് വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ സെക്കൻഡ് ആയിട്ടുള്ള ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്നത്. ഇന്ത്യ ഹാസ് 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. ഇന്ത്യയിൽ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സുകളാണുള്ളത്. ഒന്ന് ഈസ്റ്റേൺ ഹിമാലയ, മറ്റൊന്ന് വെസ്റ്റേൺ ഹിമാലയ, മറ്റൊന്നാണ് വെസ്റ്റേൺ ഗാട്ട് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. വെസ്റ്റേൺ ഗാട്ട് ആർ ആൾസോ നോൺ ആസ് സഹ്യദ്രി or benevolent mountains are mountain range that covers an area 1,40,000 square kilometers. 1,40,000 സ്ക്വയർ കിലോമീറ്റർ പരന്നു കിടക്കുന്നതാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗാട്ട് എന്ന് പറയുന്നത്.
in a stretch of 1,600 kilometers stretch ചെയ്ത് കിടക്കുന്നുണ്ട് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ പെനിൻസുല. Traveling the state of Kerala, തമിഴ്നാടു, കർണാടക, ഗോവ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് 6 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഈ വെസ്റ്റേൺ ഘാട്ട് നിലനിൽക്കുന്നത്. ഇറ്റ് ഈസ് ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ഓൾസോ കോൾഡ് ഗ്രേറ്റ് എസ്കാർപ്മെൻറ്റ് ഓഫ് ഇന്ത്യ. ഇത് എന്താണ് യുനെസ്കോ അടയാളപ്പെടുത്തിയിട്ടുള്ള വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് ഈ വെസ്റ്റേൺ ഘാട്ടിനെ കാണുന്നത്. Several factors led to the disturbance of the delicate ecosystem, and this has necessitated conservation of the Ghat and sustainable use of its resources. ഇങ്ങനെയുള്ള ഈ ഒരു വെസ്റ്റേൺ ഘാട്ടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഈ എക്കോസിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ഇതിനെ കൺസേർവ് ചെയ്യേണ്ട ഒരു സാഹചര്യവും കൂടി വന്ന സമയത്താണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ വിത്ത് ദിസ് ഒബ്ജക്റ്റീവ് വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ഘാട്ടിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ ഫോം ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻ്റ് ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. 14 മെമ്പേഴ്സാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിൻ്റെ ചെയറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി. ആൻഡ് റിപ്പോർട്ട് വാസ് സബ്മിറ്റഡ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഒരു റിപ്പോർട്ട് ഇവരുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്തു. വെസ്റ്റേൺ ഘാട്ട് Ecology Expert Panel WGEEP has designated the entire Western Ghat as an ecology sensitive area. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത്. അസൈൻഡ് 3 levels of ecological sensitivity to different region of it, termed as ecologically sensitive zone 1, ecologically sensitive zone 2 ആൻഡ് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 3. 3 സോണുകളായിട്ട് ഈ ഒരു വെസ്റ്റേൺ ഘാട്ടിനെ തരംതിരിക്കുകയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ റിപ്പോർട്ട് ഡീറ്റെയിൽസ് കാറ്റഗറൈസേഷൻ ഓഫ് ദി വെസ്റ്റേൺ ഘാട്ട് ഇൻ ടു 3 സോൺ. 3 സോണുകളായിട്ട് എന്ത് ചെയ്തു, ഇതിനെ തരംതിരിച്ചു. ബ്രോഡ് സെക്ടറൽ ഗൈഡ് ലൈൻസ് ഫോർ ദി ഈച്ച് ദീസ് സോൺ. ഈ ഒരു 3 ഓരോ സോണിനും എന്ത് ചെയ്തു, പ്രത്യേക ഗൈഡ് ലൈൻസുകൾ കൊടുത്തു. എ ബ്രോഡ് ഫ്രെയിം വർക്ക് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി വെസ്റ്റേൺ ഘാട്ട് എക്കോളജി അതോറിറ്റി. ഈ ഒരു അതോറിറ്റി വെസ്റ്റേൺ ഘാട്ട് എക്കോളജി അതോറിറ്റി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇതാണ് ഈ ഒരു വെസ്റ്റേൺ ഘാട്ട് എക്കോളജി എക്സ്പേർട്ട് പാനൽ അഥവാ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ റെക്കമെൻഡേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. Kasturanga report seeks to bring just 37% of the Western Ghat under the ecologically sensitive area zone, down from the 64% suggested by the Gadgil report. 37% മാത്രമാണ് കസ്തൂരിരംഗ റിപ്പോർട്ടിൽ പുതുതായി പറയുന്നത്. ബാക്കിയെല്ലാം ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വരുന്ന കാര്യങ്ങളാണ്. The Kasturanga committee was formed with the intention to conserve and the use of resources of the Western Ghat in a suitable manner. ഈ പറയുന്ന വെസ്റ്റേൺ ഘാട്ടിനെ സ്യൂട്ടബിൾ ആയിട്ട് അതിൻ്റെ റിസോഴ്സസുകളെ ഉപയോഗിക്കുക, അതിനെ കൺസേർവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. It is imperative that we protect and manage and regenerate the land now remaining the Western Ghat as a biologically rich and diverse and natural landscape. നാച്ചുറൽ ലാൻഡ്സ്കേപ്പുകളും അതുപോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഭാഗങ്ങളും ബയോളജിക്കലി റിച്ച് ആയിട്ടുള്ള വെസ്റ്റേൺ ഘാട്ടിലെ ഭാഗങ്ങളും അതിനെ സംരക്ഷിക്കുക, അതിനെ മാനേജ് ചെയ്യുക, അതിനെ റീജനറേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ കസ്തൂരിരംഗൻ കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ദ റിപ്പോർട്ട് റെക്കമെൻഡഡ് സെവറൽ റെസ്ട്രിക്ഷൻസ് ഓൺ ദി senseless quarrying,
deforestation and mining to save the ecologically sensitive biodiversity hotspot. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ പരമാവധി സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ക്വാറിയിങ്, ഡീഫോറസ്റ്റേഷന്, മൈനിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദീസ് ഏരിയ കനോട്ട് ഹാവ് ബിൽഡ് ആൻഡ് കൺസ്ട്രക്ഷൻസ് എക്സീഡിങ് 20,000 സ്ക്വയർ ഫീറ്റ് ഇൻ എൻ ഏരിയ ഓർ ഇൻഡസ്ട്രീസ് ആൻഡ് ബിഗ് ടൗൺഷിപ്പ്. വലിയ തരത്തിലുള്ള ബിൽഡിങ്ങുകളൊന്നും ഈ ഒരു ഭാഗങ്ങളിൽ പാടില്ല എന്നുള്ള ഒരു റെക്കമെൻഡേഷൻസും ഈ ഒരു റിപ്പോർട്ടിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഭാഗമാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ് ഗ്ലോബൽ വാർമിംഗ്? ഫിനോമിനോൺ ക്ലൈമാറ്റിക് ചേഞ്ച് ക്യാരക്ടറൈസ്ഡ് ബൈ the general increase in the temperature level of the earth. ഭൂമിയുടെ ടെമ്പറേച്ചർ ലെവലിൽ മാറ്റങ്ങൾ വരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. വിച്ച് മോഡിഫൈ ദ വെതർ ബാലൻസസ് ആൻഡ് എക്കോസിസ്റ്റം ഫോർ ലോങ് ടൈം. സമയങ്ങളെടുത്തുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഒരു കാലാവസ്ഥ ഇംബാലൻസുകൾ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ ഇൻക്രീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ അവർ അറ്റ്മോസ്ഫിയർ ആൻഡ് വേഴ്സണിങ് ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഗ്രീൻ ഹൗസിൽ വരുന്ന മാറ്റങ്ങളും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണമാവുന്നുണ്ട്. ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്: ദ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ക്ലൈമാറ്റിക് ഡിസ്റപ്ഷൻസ് ഡിസ്റ്റർബ് ദ എക്കോസിസ്റ്റം, മോഡിഫൈ ദ കണ്ടീഷൻസ് ആൻഡ് സൈക്കിൾ ഓഫ് പ്ലാന്റ് റീപ്രൊഡക്ഷൻസ്. ഇവിടെ ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഒരുപാടുണ്ട്, അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് കുറച്ച് പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വർദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ക്ലൈമറ്റ് കണ്ടീഷൻ മാറുക, ക്ലൈമറ്റ് ഡിസോർഡർ ആവുക, അതുപോലെ തന്നെ എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക, അതുപോലെ തന്നെ ഇവിടെ പ്ലാന്റുകളുടെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സൈക്കിളിൽ മാറ്റങ്ങൾ വരിക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ എഫക്റ്റായി വരുന്നത്. മറ്റൊന്ന് മെൽറ്റിംഗ് ഗ്ലാസിയേഴ്സ് ആൻഡ് ഏർലി സ്നോ മെൽറ്റ് ആൻഡ് സെവറൽ drought will cause more dramatic water shortage and increase the risk of wildfires. ഇവിടെ വലിയ മഞ്ഞുമലകൾ ഉരുകുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മഞ്ഞുകൾ ഉരുകിപ്പോകുന്ന സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ കാട്ടുതീ പടരുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിലൂടെ ഉണ്ടാവുന്നത്. റൈസിങ് സീ ലെവൽ വിൽ ലീഡ്സ് ടു കോസ്റ്റൽ ഫ്ലഡിങ്. ഇവിടെ എന്ത് ചെയ്തു, മഞ്ഞുമലകൾ ഉരുകുന്നത് കൊണ്ട് സീ ലെവൽ ഉയരുന്നു, അത് കോസ്റ്റൽ ഏരിയകൾ ഫ്ലഡിങ്ങിന് കാരണമാകുന്നു. മറ്റൊന്ന് ഫോറസ്റ്റ് ഫാം സിറ്റീസ് വിൽ ഫേസ് ട്രബിൾസം ന്യൂ പെറ്റ്സ്, അതുപോലെ തന്നെ ഹീറ്റ്സ് വേവ്സ്, ഹെവി റെയിൻ, ഇൻക്രീസ്ഡ് ഫ്ലഡിങ്. ഫോറസ്റ്റ് ഫാം സിറ്റീസ് ഏരിയകളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന തരത്തിൽ അസുഖങ്ങൾ, അതുപോലെ തന്നെ ചുടുകാറ്റുകൾ, ഹെവി റെയിനുകൾ, ഫ്ലഡിങ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമായി ഉണ്ടാവുന്നുണ്ട്. പ്രിവെൻഷൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ടു മൂവ് അവേ ഫ്രം ദ ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൾസ് പോലെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ഒഴിവാക്കുക, ചേഞ്ച് ചെയ്യുക. റിന്യൂവബിൾ എനർജീസ് ഉപയോഗിക്കുക, ലൈക്ക് സോളാർ, വിൻഡ്, ബയോമാസ്, ജിയോ തെർമൽ പോലെയുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള എനർജീസ് നമ്മൾ ഉപയോഗിക്കുക. ഫോസിൽ ഫ്യൂലുകളെ ഒഴിവാക്കുക.
മറ്റൊന്നാണ് പ്രൊഡ്യൂസിങ് ക്ലീൻ എനർജി ഈസ് എസെൻഷ്യൽ ബട്ട് റെഡ്യൂസിങ് അവർ കൺസംഷൻ ഓഫ് എനർജി വാട്ടർ ബൈ യൂസിങ് മോർ എഫിഷ്യൻറ്റ് ഡിവൈസസ്. നമ്മൾ എന്ത് ചെയ്യുക, പരമാവധി ക്ലീൻ എനർജികൾ നമ്മൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ ഉപയോഗം കുറക്കുന്ന തരത്തിലുള്ള ഡിവൈസസുകൾ നമ്മൾ ഉപയോഗിക്കുക. എക്സാമ്പിൾ LED ബൾബ്, ഇന്നോവേറ്റീവ് ഷവർ സിസ്റ്റം പോലെയുള്ളതെല്ലാം എന്ത് ചെയ്യുക, നമ്മൾ ഉപയോഗിക്കുക. ലെസ് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇക്വലൻ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഡിവൈസുകൾ നമ്മൾ ഉപയോഗിക്കുക. മൂന്നാമത്തേതാണ് പ്രൊമോട്ടിങ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, കാർ പൂളിങ് പോലെയുള്ളത് നമ്മൾ കൊണ്ടുവരിക. And also electric and hydrogen mobility can definitely reduce carbon dioxide emissions. അതുപോലെ തന്നെ ഇലക്ട്രിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻസ് കൊണ്ടുവരിക. അതെന്ത് ചെയ്യുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡിൻ്റെ എമിഷൻസ് കുറക്കുന്നുണ്ട്. ഫ്ലൈറ്റ് ഗ്ലോബൽ വാർമിംഗ് ബ്രിങ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻസ്. അടുത്തതാണ് Kyoto Protocol. The Kyoto Protocol is an international agreement that aims to reduce carbon dioxide emissions and the presence of greenhouse gases in the atmosphere. ഗ്രീൻഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ കൊണ്ടുവരിക, അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡ് എമിഷൻസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുള്ളത്. The essential principles of Kyoto Protocol was that industrialized nations needed to lessen to amount their carbon dioxide emissions. ഇവിടെ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയലൈസ്ഡ് നാഷൻസിനെ അവരുടെ എമിഷൻസ് CO2 എമിഷൻസിനെ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ക്യോട്ടോ പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുള്ളത്. The protocol was adopted in Kyoto, ജപ്പാൻ ഇൻ 1997. 1977 ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുള്ളത്. When the greenhouse gases were rapidly threatening out the climate, life on earth and the planet. ഈ തരത്തിൽ ഗ്രീൻ ഹൗസസിന് വരുന്ന മാറ്റങ്ങൾ അത് ക്ലൈമറ്റിനെയും എർത്തിനെയും പ്ലാനറ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഭീഷണിയായി സംഭവിക്കുന്നുണ്ട്. ടുഡേ Kyoto Protocol lives on in other forms and its issues are still discussed. ഈ പറയുന്ന ക്യോട്ടോ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് പല രാജ്യങ്ങളിലായിട്ട് പല ഫോമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഗ്രീൻ ഫിനാൻസിങ്. Green financing is the financing of investment that encourage the developments of the more sustainable economy. സസ്റ്റൈനബിൾ എക്കോണമിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. It is promoting the economic growth and the developments while safeguarding the use of natural resources and sustainable manner. നാച്ചുറൽ റിസോഴ്സസിനെ പരമാവധി എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഗ്രീൻ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഗ്രീൻ ഫിനാൻസിങ് ഈസ് ടു ഇൻക്രീസ് ദ ലെവൽ ഓഫ് ഫൈനാൻസിങ് ഫ്ലോസ്. ഫൈനാൻസിങ് ഫ്ലോസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഗ്രീൻ ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം ബാങ്കിങ്, മൈക്രോ ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിലെല്ലാം ഗ്രീൻ ഫിനാൻസിങ് കൊണ്ടുവരും. ഫ്രം ദി പബ്ലിക്, പ്രൈവറ്റ്, നോൺ ഫോർ പ്രോഫിറ്റ് സെക്ടേഴ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റി. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ് ഗ്രീൻ ഫൈനാൻസിങ് എന്ന് പറയുന്നത്. എ കീ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഈസ് ടു better manage environmental and social risk, take up opportunities that bring both an increased rate of return, environmental benefit and the deliver greater accountability. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ റിസ്കുകൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ റേറ്റ് ഓഫ് റിട്ടേൺ ഒരുപാട് വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക, അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യുക, വർദ്ധിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഗ്രീൻ ഫിനാൻസിങ് കൊണ്ടുവരുന്നത്. അടുത്തതാണ് കാർബൺ ക്രെഡിറ്റ്. കാർബൺ ക്രെഡിറ്റ് ഈസ് എ ട്രേഡബിൾ പെർമിറ്റ് ഓർ സർട്ടിഫിക്കറ്റ് വിച്ച് ഗിവ്സ് ദ റൈറ്റ് ടു എമിറ്റ് 1 ton ഓഫ് കാർബൺ ഡയോക്സൈഡ് ഓർ ആൻ ഇക്വലൻ്റ് ഓഫ് ദി അനദർ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഇവിടെ കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള എമിഷൻസിന്
എന്ത് ചെയ്യുക, പെർമിറ്റ് ചെയ്തുകൊണ്ട് ട്രേഡബിൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The main goal for the creation of the carbon credits is the reduction of the emission of the carbon dioxide. കാർബൺ ഓക്സൈഡിൻ്റെ എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതർ ഗ്രീൻ ഹൗസസ് ഗ്യാസസ് ഫ്രം ദി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന ഈ പറയുന്ന ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുക, അതിൽ നിന്നും കാർബൺ ഡയോക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് കാർബൺ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, ആൻ ആക്ട് ടു പ്രൊവൈഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോർ ദ മാറ്റേഴ്സ് കൺസേൺഡ് ദെയർവിത്ത്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് ഫോം ചെയ്തിട്ടുള്ളത്. ദ ആക്ട് ഓതറൈസ്ഡ് ദ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇങ്ങനെയുള്ള ഒരു ആക്ട് ഓതറൈസ് ചെയ്തിട്ടുള്ളത് ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി, കൺട്രോൾ, റെഡ്യൂസ് പൊല്യൂഷൻസ് ഫ്രം ഓൾ സോഴ്സ്. ഇവിടെ നാച്ചുറൽ റിസോഴ്സസുകളിൽ നിന്നും പൊല്യൂഷൻസ് കുറക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അതിൻ്റെ കൺട്രോളിങ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. റെസ്ട്രിക്ട് ദ സെറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എനി ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസ് ഓൺ ദി എൻവയോൺമെൻറ്റൽ ഗ്രൗണ്ട്. എൻവയോൺമെൻറ്റൽ ഗ്രൗണ്ടിലെ ഇൻഡസ്ട്രീസ് പരമാവധി എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, ഈ പറയുന്ന പൊല്യൂഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പ്രത്യേകത. ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് എനാക്റ്റഡ് 1986. 1986 ഇത് എനാക്ട് ചെയ്തിട്ടുള്ളത് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് ഫോർ ദി പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ആക്ട് ഇവിടെ എനാക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. National Green Tribunal established 2010 as per the National Green Tribunal Act as specified a judicial body equipped with the expertise solely for the purpose of adjudicating the environmental cases in the country. രാജ്യത്ത് മുന്നോട്ട് വെക്കുന്ന കേസസുകൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വരുന്ന, എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന കേസസുകളിൽ പ്രത്യേക വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതിയാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010. The tribunal is tasked with providing effective expeditious remedy in case of relating to environmental protection, conservation of the forest and other natural resources and enforcement of any legal right relating to environment. എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന റൈറ്റ്സുകൾ, ലീഗൽ റൈറ്റ്സുകൾ, അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കൺസർവേഷൻസ്, ഫോറസ്റ്റിൻ്റെ കൺസർവേഷൻസ്, എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളിൽ വിധി കൽപ്പിക്കുന്ന ഒരു ട്രിബ്യൂണലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അടുത്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. To protect the interest of the Indian consumers, the former Prime Minister Rajiv Gandhi initiated the Consumer Protection Act 1986. ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി 1986 കൊണ്ടുവന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇറ്റ് വാസ് ഇനീഷ്യേറ്റഡ് ഓഫ് Prime Minister Rajiv Gandhi. Seminar was organized in New Delhi in January 1986. 1986 ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നടന്ന സെമിനാറിലാണ് ഇങ്ങനെയുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, voluntary organizations of the consumers and the central ministers of different departments took part in seminar. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്, കൺസ്യൂമർ ഓർഗനൈസേഷൻസിൻ്റെ പ്രതിനിധികൾ, സെൻട്രൽ മിനിസ്റ്റേഴ്സ് പോലെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു സെമിനാറായിരുന്നു. എക്സ്പ്രസ്ഡ് ദെയർ ഒപ്പീനിയൻ ഓൺ ദ ഇഷ്യൂ ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻസ് എല്ലാം ആ ഒരു സെമിനാറിൽ പങ്കുവച്ചു. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986.
ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഫീച്ചേഴ്സുകളാണ് പറയുന്നത്. ഒന്ന്, സ്പീഡ് റിഡ്രസൽ ടു കൺസ്യൂമർ കംപ്ലൈൻറ്റ്. കൺസ്യൂമർ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പെട്ടെന്നുള്ള ഒരു പരിഹാരം ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ടു പ്രൊമോട്ട് വോളണ്ടറി കൺസ്യൂമർ മൂവ്മെൻറ്റ് ആൻഡ് ടു എൻഷുർ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇവിടെ കൺസ്യൂമേഴ്സുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റുകൾ വർദ്ധിക്കുന്നുണ്ട്, ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ദ കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫയൽഡ് ഓൺ അക്കൗണ്ട് ഓഫ് എനി അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഏത് തരത്തിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് നടന്നു കഴിഞ്ഞാലും അത് കംപ്ലൈൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, കംപ്ലൈൻറ്റ് ക്യാൻ ബി ഫയൽഡ് ബൈ ദ കൺസ്യൂമർ ഓർ ആൻഡ് ഓർഗനൈസേഷൻസ്. കംപ്ലൈൻറ്റുകൾ ആർക്ക് വേണമെങ്കിലും, കൺസ്യൂമേഴ്സിന് അതോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനോ എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അടുത്തതാണ് ഇൻഫർമേഷൻ ടെക്നോളജീസ് ആക്ട് 2000. ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 IT Act was notified on the October 17th 2000. 2000 IT Act നിലവിൽ വന്നത്. ഇറ്റ് ഈസ് ദ ലോ ദാറ്റ് ഡീൽസ് വിത്ത് സൈബർ ക്രൈം ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ് ഇൻ ഇന്ത്യ. സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് കൊമേഴ്സുമായി ബന്ധപ്പെട്ടാണ് IT Act നിലവിൽ വന്നത്. ആൻ ആക്ട് ടു പ്രൊവൈഡ് ലീഗൽ റെക്കഗ്നിഷൻ ഫോർ ദി ട്രാൻസാക്ഷൻ carried out by means of electronic data interchange and other means of electronic communications. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ലീഗൽ റെക്കഗ്നിഷൻസ് ആണ്, ഈ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്ട് ഡിസ്കസ് ചെയ്യുന്നത്. Commonly refers to electronic commercial which involve the use of alternatives paper-based methods of communication, shortage of informations. ഇവിടെ എന്താണ് പ്രധാനമായിട്ടും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് IT ആക്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടു ഫെസിലിറ്റേറ്റ് ഇലക്ട്രോണിക് ഫയലിംഗ് ഓഫ് ഡോക്യുമെൻ്റ് വിത്ത് ദ ഗവൺമെൻറ് ഏജൻസീസ്. ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സിന് പകരം ഇലക്ട്രോണിക് ഫയലിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ IT ആക്ടിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദി IT ആക്ട്. ഫസ്റ്റ് പോയിന്റ്, ഓൾ ഇലക്ട്രോണിക് കോൺട്രാക്ട് മെയ്ഡ് ത്രൂ സെക്യൂർ ഇലക്ട്രോണിക് ചാനൽ ആർ ലീഗലി വാലിഡ്. ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ്, കോൺട്രാക്റ്റുകൾ എന്താണ് ഇവിടെ വാലിഡായി മാറിയിട്ടുണ്ട്, സെക്യൂർഡ് ആയിട്ടുണ്ട്. മറ്റൊന്ന്, ലീഗൽ റെക്കഗ്നിഷൻ ഫോർ ദി ഡിജിറ്റൽ സിഗ്നേച്ചർ. ഡിജിറ്റൽ സിഗ്നേച്ചറിന് ലീഗൽ റെക്കഗ്നിഷൻ ലഭിച്ചു. മറ്റൊന്ന്, സെക്യൂരിറ്റി മെഷേഴ്സ് ഫോർ ദി ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആൻഡ് ഓൾസോ ഡിജിറ്റൽ സിഗ്നേച്ചർ ആർ ഇൻ പ്ലേസ്. മറ്റൊന്നാണ്, സെക്യൂരിറ്റി എന്ത് ചെയ്തു, വർദ്ധിച്ചു. അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. മറ്റൊന്നാണ്, എ പ്രൊസീജിയർ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് ഫോർ ദി ഹോൾഡിംഗ് ഇൻക്വയറീസ് അണ്ടർ ദി ആക്ട് ഈസ് ഫൈനലൈസ്ഡ്. ഈ ആക്ടിൻ്റെ പരിധിയിൽ എന്താണ്, ഓഫീസേഴ്സിന് ആയിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നാണ്, പ്രൊവിഷൻസ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സൈബർ റെഗുലേറ്ററി അപ്പലൻ്റ് ട്രിബ്യൂണൽ അണ്ടർ ദി ആക്ട്. ഇതിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്തു, സൈബർ റെഗുലേഷന് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂണൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫർദർ ദിസ് ട്രിബ്യൂണൽസ് വിൽ ഹാൻഡിൽ ദ അപ്പീൽസ് മെയ്ഡ് അഗൈൻസ്റ്റ് ദ ഓർഡർ ഓഫ് ദി കൺട്രോളർ ഓർ അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ്. അഡ്ജുഡിക്കേറ്റിംഗ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ കൺട്രോളേഴ്സ് അവർ വിധിക്കുന്ന വിധിക്ക് മുകളിലായിട്ട് വരുന്ന അപ്പീലുകളെല്ലാം ഈ പറയുന്ന ട്രിബ്യൂണൽസ് ആണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.